അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കോഴിക്കോടേക്കുള്ള യാത്രയിലാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. പിന്നെ എൻ്റെ ഏട്ടത്തി, അയൽവാസി അവരൊക്കെ ഉണ്ട്. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് പോയാൽ അടുത്ത ബസ് കയറണം. അടിപൊളി സ്ഥലമാണ്. നടന്ന് പോകുമ്പോൾ ഓരോ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കാണും. പിന്നെ ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ട് രാവിലെ അല്ലേ ഹോട്ടലിൽ കയറി നല്ല അടിപൊളി മസാല ദോശ കഴിച്ച് അങ്ങനെ അവിടുന്ന് മസാല ദോശയൊക്കെ കഴിച്ച് അവളെ വീട്ടിലെത്തി. അവളെ മോനോട് സ്കൂട്ടി ഓടിപ്പിച്ചു തരുമെന്ന് അങ്ങനെ സ്കൂട്ടി ഓടിച്ച് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ. ഇത് താമരശ്ശേരി ചുരത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഓള് വീട്ടിൽ കൂടിയേറെ ക്ഷണിക്കുന്ന വീട് കാണാനും വേണ്ടി വന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഓളെ ഭർത്താവ് ചെയ്ത വർക്കുകളാണ്. മൊത്തം അവരെന്നെ ചെയ്തതാണ്. നമ്മളവിടെ ഒരു ദിവസമാണ് നിന്നത്. പിന്നെ ഭക്ഷണമൊക്കെ ആക്കി ബിരിയാണിയൊക്കെ വെച്ചന്നോള്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ എരിയത്തൊരു പാർക്കുണ്ട്. പാർക്ക് വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല, വെറുതെ അവിടെയും പോയി വന്ന്. ഷാമിലിനെല്ലാം ഭയങ്കര ഹാപ്പിയാണ് അവിടെ എത്തിയപ്പോൾ. ഈ കല്ല് കണ്ണൂരിൽ നിന്ന് എത്തിച്ചിട്ട് അവർ വെച്ചതാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പാർക്കിൽ അവരെ വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് അങ്ങോട്ടേക്ക് നടന്ന്. പക്ഷെ അവിടുന്ന് വെള്ളം ഇല്ലയെന്ന് അവർ പോകുമ്പോഴേ പറഞ്ഞ് വെള്ളമില്ല, മഴയല്ലല്ലോ, കുറവാണ്. നല്ല കാടാണ്. അവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. ജാസ്മിൻ്റെ മോനാണത്. വെള്ളത്തിൻ്റെ അടിപൊളി സ്ഥലമാണ്. വെള്ളം ഇല്ലെങ്കിലും ഫോട്ടോസെല്ലാം എടുക്കാനുള്ള അടിപൊളി സ്ഥലമാണ്.
ഇവനാ നമ്മളെല്ലടി കൂട്ടിപ്പോയ ആള്. എൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അലർജി ആയിട്ടുള്ള, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും തിരിച്ച് പോകാൻ റെഡിയായി. പോകുമ്പോൾ കോഴിക്കോട് ബീച്ചിലും കൂടി കയറിയിട്ട് പോവുക എന്നുള്ള ഒരഭിപ്രായമായിട്ട്. അങ്ങനെ നമ്മൾ മിഠായി തെരുവിലെത്തി. മിഠായി തെരുവെന്ന് അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ നേരെ എത്തി ഹോട്ടലിലേക്കാണ് ഫുഡ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച്, ഞാൻ പാൽക്കപ്പ കഴിച്ച്, അതൊക്കെ പൊറോട്ട.